നമസ്കാരം. നാട്ടുവർത്തമാനത്തിലേക്ക് സ്വാഗതം. നാട്ടുവർത്തമാനത്തിലേക്ക് വിശദമായി. ഭീതി ഒഴിവാക്കാൻ അതീവ ജാഗ്രത. നിപ വൈറസ് സംശയത്തെ തുടർന്ന് നിരീക്ഷണത്തിലായ 16 പേർ ആശുപത്രി വിട്ടു. സംസ്ഥാനത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മാത്രമാണ് 12 പേർ നിരീക്ഷണത്തിൽ കഴിയുന്നത്. 7 ജില്ലകളിലായി 29 പേരെ നിപ ലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. പരിശോധനയിൽ 16 പേർക്ക് നിപയില്ലെന്ന് സ്ഥിരീകരിച്ചതോടെ ഇവർ ആശുപത്രി വിട്ടു. 12 പേരുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചെങ്കിലും ഫലം ലഭിച്ചിട്ടില്ല. ഇതിൽ 10 പേർ കോഴിക്കോട് ജില്ലയിലുള്ളവരും 2 പേർ മലപ്പുറം ജില്ലക്കാരുമാണ്. 16 പേരിലാണ് നിപ വൈറസ് കണ്ടെത്തിയത്. ഇതിൽ 13 പേർ മരിച്ചു. 3 പേർ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും സ്വകാര്യ ആശുപത്രിയിലുമായി ചികിത്സയിൽ കഴിയുന്നുണ്ട്. വൈറസ് ബാധ സ്ഥിരീകരിച്ച് മണിക്കൂറുകൾക്കകമാണ് നരിപ്പറ്റ സ്വദേശി കല്യാണി മരിച്ചത്. വൈറസ് ബാധിച്ചവരെല്ലാം തന്നെ രോഗികളുമായി അടുത്തിടപഴകിയവരാണ്. നല്ലൊരു വിഭാഗത്തിന് നമുക്ക് ഡിസ്ചാർജ് ചെയ്യാനും സാധിച്ചു. അതിൽ നിന്ന് 12 പേരാണ് ഇപ്പോൾ സർവൈലൻസിലുള്ളത്. ഈ 12 പേർക്കും വിവിധ തരത്തിൽ മരിച്ചവരോ അല്ലെങ്കിൽ പോസിറ്റീവായുള്ളവരോ ആയിട്ടുള്ള ബന്ധം, ഇടപഴകിയതായിട്ടുള്ളൊരു ബന്ധം ഉള്ളതിൻ്റെ പേരിലാണ് നമ്മൾ അവരെ കൂടുതൽ പരിശോധനകളിലൊക്കെ ആയിട്ട് വെച്ചിട്ടുള്ളത്. അതേസമയം നിപയുടെ ഉറവിടം കണ്ടെത്താനുള്ള ശ്രമം ഊർജിതമായി തന്നെ നടക്കുന്നുണ്ടെന്ന് മന്ത്രി ടി പി രാമകൃഷ്ണൻ. ഈ മരണപ്പെട്ടവരുടെ മുൻകാല ചരിത്രം, അവരേത് സാഹചര്യത്തിൽ എന്താണെന്നുള്ളത്, രോഗം എങ്ങനെ വന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നതിനുള്ള എല്ലാ പരിശോധനയും നടത്തിക്കൊണ്ടിരിക്കുന്നു. വീടുകളിൽ കഴിയുന്നവരുൾപ്പെടെ 750 പേരെ ആരോഗ്യവകുപ്പ് നിരീക്ഷിക്കുന്നുണ്ട്. അതേസമയം വൈറസിന്റെ ഉറവിടം പഴന്തീനി വവ്വാലാണോ എന്നത് സംബന്ധിച്ചുള്ള പരിശോധനാ ഫലത്തിനായി കാത്തിരിക്കുകയാണ് ആരോഗ്യവകുപ്പ്. ന്യൂസ് 18 കോഴിക്കോട്. അടുത്ത 3 ദിവസം കൂടി സംസ്ഥാനത്ത് കനത്ത മഴയ്ക്ക് സാധ്യത. ഒറ്റപ്പെട്ട മേഖലകളിൽ മഴ തുടരുകയാണ്. തീരദേശ മേഖലയിൽ കടൽക്ഷോഭം രൂക്ഷമായി. 30 വരെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത് എന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ്. ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ കനത്ത മഴ തുടരുകയാണ്. കേരള ലക്ഷദ്വീപ് തീരത്ത് മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട്. ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ 30 വരെ കടലിൽ പോകരുതെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. തീരദേശ മേഖലയിൽ കടൽക്ഷോഭം രൂക്ഷമായതിനെ തുടർന്ന് ഒരാഴ്ചയിലേറെയായി മത്സ്യബന്ധനത്തിന് പോകുന്നില്ലെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. ഒരാഴ്ച കൂടുതലായി കടലിൽ പോകാൻ പറ്റുന്നില്ല. മഴയുടെ കടൽക്ഷോഭം കാരണം പോകാൻ പറ്റുന്നില്ല. ഒരാഴ്ച കൂടായി പണിക്ക് പോകാൻ പറ്റാതെ. പോലീസ് അഗ്നിശമന വിഭാഗത്തിന് നൽകിയ ജാഗ്രതാ നിർദ്ദേശവും തുടരുകയാണ്. ഉരുൾപൊട്ടൽ സാധ്യതയുള്ളതിനാൽ മലയോര വിനോദസഞ്ചാര മേഖലയിലേക്കുള്ള രാത്രിയാത്രയ്ക്കും നിയന്ത്രണം ഏർപ്പെടുത്തി. താലൂക്ക് അടിസ്ഥാനത്തിൽ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകളും സജ്ജമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. ആലപ്പുഴയിൽ ശക്തമായ കടലാക്രമണത്തിൽ നിരവധി വീടുകൾ തകർന്നു. 20ഓളം വീടുകൾ കടലാക്രമണ ഭീഷണി നേരിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്നും തികഞ്ഞ അനാസ്ഥയാണ് എന്ന് മത്സ്യത്തൊഴിലാളികൾ കുറ്റപ്പെടുത്തുന്നു. ജില്ലയുടെ തീരദേശങ്ങളിൽ കടൽ കലിതുള്ളുകയാണ്. പലയിടത്തും വീടുകൾ തകരുകയും ഉള്ളയിടങ്ങളിൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെടുകയും ചെയ്തതോടെ ജീവിതം കൂടുതൽ ദുരിതത്തിലേക്ക് നീങ്ങുകയാണ്. ഞങ്ങളുടെ വീട് സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തന്നെ ഇപ്പൊ 10-15 ദിവസം കൊണ്ട് ഞങ്ങൾ തന്നെ ചാക്കുമണ്ണ് നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ആരും ഇന്ന് വരെ വന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇങ്ങോട്ട് പഞ്ചായത്ത് അധികൃതർ വന്നിട്ടേ ഇല്ല. കാട്ടൂരിലും അമ്പലപ്പുഴയിലെ നീർക്കുന്നത്തുമാണ് കടൽ ഏറ്റവും അധികം നാശം വിതച്ചത്. നീർക്കുന്നത്ത് തികച്ചും അപകടകരമായ സാഹചര്യത്തിലുള്ള 4ഓളം വീടുകൾ പൊളിച്ചു നീക്കി. വീടുകൾ തകർന്ന പലരും ബന്ധുവീടുകളിൽ അഭയം തേടി. പലയിടങ്ങളിലും അധികൃതർ തിരിഞ്ഞു നോക്കാതായതോടെ മത്സ്യത്തൊഴിലാളി സ്ത്രീകൾ തന്നെ രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. കടലിൽ പോകരുതെന്ന മുന്നറിയിപ്പ് കൂടി എത്തിയതോടെ തീരദേശം അങ്ങേയറ്റം വറുതിയിലായിരിക്കുന്നു. കൈക്കലിനെ കടൽ കാർന്നെടുത്തുകൊണ്ടിരിക്കുകയാണ്. വീടുകളൊന്നൊന്നായി നിലംപൊത്തുമ്പോഴും നനഞ്ഞ കണ്ണുകളുമായി നോക്കി നിൽക്കാൻ മാത്രമേ മത്സ്യത്തൊഴിലാളികൾക്ക് ആകുന്നുള്ളൂ. ആലപ്പുഴയിൽ നിന്നും ക്യാമറമാൻ പി കെ പ്രശാന്തിനൊപ്പം ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. കണ്ണൂർ കാർത്തികപുരം താബോർ റോഡ് നിർമ്മാണം വൈകുന്നത് 100 കണക്കിന് കർഷക കുടുംബങ്ങളെയാണ് ദുരിതത്തിലാക്കുന്നത്. മണ്ണെടുത്ത ഭാഗങ്ങളിൽ നിന്നും പതിക്കുന്ന കൂറ്റൻ കല്ലുകൾ ജീവന് തന്നെ ഭീഷണിയാണ്. കാർത്തികപുരത്തു നിന്ന് താബോർ വരെയുള്ള 7.5 കിലോമീറ്റർ റോഡ് പുനർനിർമ്മിക്കാൻ 11 കോടിയോളം രൂപയാണ് പൊതുമരാമത്ത് വകുപ്പ് അനുവദിച്ചത്. 2 വർഷം മുമ്പ് നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചെങ്കിലും 3 കിലോമീറ്റർ പോലും ഇതുവരെ പൂർത്തിയായിട്ടില്ല.
മണ്ണ് നീക്കം ചെയ്തതോടെ കൂറ്റൻ കല്ലുകൾ റോഡിലേക്ക് പതിക്കുന്നത് നിത്യസംഭവമാണ്. 10 തൊഴിലാളികളെ മാത്രം വെച്ചാണ് നിർമ്മാണം മുന്നോട്ട് പോകുന്നത്. ഏകദേശം 2 വർഷം കഴിഞ്ഞ് ഇതുവരെയും പണി ഒരിടത്ത് എത്തിയിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, മഴക്കാലമായതോടുകൂടി വളരെയധികം അപകടങ്ങളും കാര്യങ്ങളും നടക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഞാൻ ഈ റോഡിന്റെ തൊട്ട് സൈഡിൽ തന്നെ താമസിക്കുന്ന ഒരു ആണ്. എനിക്കിപ്പോൾ ഇവിടുന്ന് മലയോര മേലെയാണിത്. മുകളിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ മുകളിൽ നിന്ന് വരെയുള്ള മഴവെള്ളം മുകളിൽ നിന്ന് ഈ റോഡേ തന്നെയാണ് ഒഴുകി പോകുന്നത്. നിലവിലുള്ള കാന വരെ ഇവരെ അടച്ചിട്ടാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഞങ്ങൾക്കിപ്പോൾ ഇവിടുത്തെ കല്ലുരുണ്ട് വീഴുന്ന കേട്ടിട്ട് പേടിച്ചിട്ട് ഇവിടെ കടന്നുറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ഉള്ളത്. റോഡ് വെട്ടിപ്പൊളിച്ചതോടെ KSRTC ബസ് സർവീസും നിർത്തലാക്കി. ഓട്ടോറിക്ഷകൾ ഉൾപ്പെടെ വരാതായതോടെ 8 കിലോമീറ്ററിലധികം കാൽനടയായി യാത്ര ചെയ്യേണ്ട സ്ഥിതിയിലാണ് പ്രദേശവാസികൾ. ശക്തമായ മഴയിൽ കല്ലും മണ്ണും കൃഷിയിടത്തിലേക്ക് ഒഴുകിയെത്താൻ തുടങ്ങിയതോടെ കർഷകരും ആശങ്കയിലാണ്. നിർമ്മാണ പ്രവൃത്തി അടിയന്തരമായി പൂർത്തിയാക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് വകുപ്പ് മന്ത്രിയെ നേരിട്ട് കാണാനുള്ള തയ്യാറെടുപ്പിലാണ് നാട്ടുകാർ. ന്യൂസ് 18 കണ്ണൂർ. കോഴിക്കോട് തിരുവമ്പാടി പഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായി. പാമ്പഴഞ്ഞിപ്പാറയിലെ കുടിവെള്ള വിതരണ സംവിധാനങ്ങൾ നിലച്ചതോടെയാണ് പ്രദേശവാസികൾ ദുരിതത്തിലായത്. നിരവധി തവണ അധികൃതരെ അറിയിച്ചിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. നൂറുകണക്കിന് കുടുംബങ്ങൾക്ക് പ്രയോജനമായിരുന്ന 2 കുടിവെള്ള സംവിധാനങ്ങൾ ഒരുമിച്ച് തകരാറിലായതാണ് പ്രതിസന്ധിക്ക് കാരണം. 3 മാസം മുൻപ് പഞ്ചായത്ത് കിണറിലെ വെള്ളം ഉപയോഗശൂന്യമായി. വെള്ളത്തിന്റെ pH മൂല്യത്തിൽ വ്യതിയാനമുണ്ടാവുകയും നിറം മാറുകയും ചെയ്തു. തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഉപയോഗയോഗ്യമല്ലെന്ന് കണ്ടെത്തുകയായിരുന്നു. ഒരാഴ്ച മുമ്പ് ജലനിധി പദ്ധതിയുടെ പമ്പ് സെറ്റും തകരാറിലായി. ഇതോടെ പ്രദേശത്ത് ജലക്ഷാമം രൂക്ഷമായി. പരാതി പറയുന്നവൻ ഒറ്റപ്പെട്ടു എന്നല്ലാതെ മറ്റേ അതിനുള്ള ഒരു തീരുമാനമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ടെസ്റ്റ് കിട്ടിയെന്ന് അവർ പറഞ്ഞു. ഇതുവരെ ജനങ്ങളാരും അറിയിച്ചിട്ടില്ല. അതുകൊണ്ട് കുടിക്കാൻ ആർക്കും ജനങ്ങൾക്ക് പേടിയാണ്. ഇപ്പോൾ നമ്മൾ അപ്പുറത്തുനിന്ന് പൈപ്പിൽ വരുന്നുണ്ട്. പഞ്ചായത്ത് ഇവിടെ ടാങ്ക് വെച്ചായിരുന്നു, അതിനെടുക്കുവാണെങ്കിൽ അതിപ്പം കിട്ടുന്നില്ല. റംസാൻ മാസവും കൂടിയായതോടെ കുടിവെള്ളം തലച്ചുമടായി എത്തിക്കാൻ വലിയ പ്രയാസമാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. കുടിവെള്ള പ്രതിസന്ധി പലതവണ അധികൃതരെ അറിയിച്ചിട്ടും നടപടിയുണ്ടായില്ലെന്നും പരാതിയുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്. തിരുവനന്തപുരം സെന്റ് തോമസ് സ്കൂളിലെ ആലിംഗന വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥിക്ക് പരീക്ഷാഫലം വന്നപ്പോൾ മികച്ച വിജയം. കുമാരപുരം സ്വദേശിയായ വിദ്യാർത്ഥി CBSE 12ാം ക്ലാസ് പരീക്ഷയിൽ 91.2% മാർക്ക് നേടി. കലാപരിപാടിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥിനിയെ ആലിംഗനം ചെയ്ത് അഭിനന്ദിച്ചതാണ് കുമാരപുരം സ്വദേശിയായ +2 വിദ്യാർത്ഥിക്ക് വിനയായത്. ഇരുവരും സ്കൂളിൽ നിന്ന് പുറത്തായതിനെ തുടർന്ന് ബാലാവകാശ കമ്മീഷൻ ഇടപെട്ടെങ്കിലും സ്കൂൾ അധികൃതർ വഴങ്ങിയില്ല. സംഭവം കോടതിയിലുമെത്തി. വിഷയം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ദേശീയതലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തതോടെ ഒടുവിൽ മാനേജ്മെന്റ് നിലപാട് മാറ്റി. വിദ്യാർത്ഥിയെ പരീക്ഷ എഴുതിക്കാനും +1 പഠിക്കുന്ന വിദ്യാർത്ഥിനിയെ തിരിച്ചെടുക്കാനും തീരുമാനിച്ചു. 2 മാസത്തോളം പഠനം നഷ്ടപ്പെട്ടെങ്കിലും CBSE 12ാം ക്ലാസ് പരീക്ഷയുടെ ഫലം വന്നപ്പോൾ അഭിമാനാർഹമായ നേട്ടമാണ് വിദ്യാർത്ഥി നേടിയിരിക്കുന്നത്. 91.2% മാർക്ക്. എക്കണോമിക്സിന് 99 മാർക്ക് നേടി. നിയമപഠനമാണ് ഇനി ഈ മിടുക്കന്റെ ലക്ഷ്യം. മകന്റെ പഠനം മുടങ്ങാതിരിക്കാൻ പിന്തുണച്ചവരോടെല്ലാം നന്ദി പറയുകയാണ് മാതാപിതാക്കൾ. ഒരുപാടധികം ക്ലാസ്സുകൾ അവൻ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. പിന്നെ അവൻ്റെ ടീച്ചേഴ്സ് ആയാലും സ്കൂൾ അധികൃതരായാലും പിന്നീടുള്ള അവരുടെ കോപ്പറേഷൻ വളരെയധികം ഉണ്ടായിരുന്നു. പിന്നെ മീഡിയയുടെയും ബാക്കി എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്തവരെയും ഇവിടെ നമ്മളെ താങ്ക്സ് അറിയിച്ചുള്ളതാണ് ഈ അവസരത്തിൽ. അത് വളരെയധികം ഒരു ദുരന്തത്തിൽ കലാശിച്ചേനെ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ എന്തായാലും എല്ലാവരുടെയും സപ്പോർട്ടോടുകൂടി അവന് പരീക്ഷ എഴുതാൻ കഴിയുകയും അവൻ്റെ മോറൽ നമ്മളെല്ലാവരും ബൂസ്റ്റ് ചെയ്ത് കൊടുത്ത കാരണം അവൻ നല്ല 90% മുകളിൽ മാർക്ക് നേടുകയും ചെയ്തു. ഭാവിയിൽ അവനൊരു ലോയർ ആവണമെന്നാണ് അവൻ്റെ ആഗ്രഹം. നിസ്സാര കാരണങ്ങളുടെ പേരിൽ വിദ്യാർത്ഥികളുടെ ഭാവി കൊണ്ട് പന്താടുന്നവർക്ക് മികച്ച മറുപടിയാണ് പരീക്ഷാഫലത്തിലൂടെ ഈ 16-കാരൻ നൽകുന്നത്. നിർമ്മൺ, ന്യൂസ് 18 തിരുവനന്തപുരം. സ്കൂൾ തുറക്കാനുള്ള ഒരുക്കങ്ങൾ നടക്കുമ്പോൾ വിദ്യാർത്ഥി പ്രവേശനം തന്നെ അനിശ്ചിതത്തിലായ ഒരു സർക്കാർ സ്കൂളുണ്ട് കണ്ണൂരിൽ. തളിപ്പറമ്പ് ടാഗോർ വിദ്യാനികേതനിലെ UPHS പ്രവേശനമാണ് അനിശ്ചിതമായി നീളുന്നത്. പ്രവേശന രീതി സംബന്ധിച്ച തർക്കം കോടതിയുടെ സ്റ്റേയിലേക്ക് എത്തുകയായിരുന്നു. സംസ്ഥാനത്ത് പ്രവേശന പരീക്ഷയിലൂടെ UP ഹൈസ്കൂൾ വിഭാഗത്തിലേക്ക് കുട്ടികളെ തെരഞ്ഞെടുക്കുന്ന ഏക സർക്കാർ വിദ്യാലയമായിരുന്നു തളിപ്പറമ്പ് ടാഗോർ വിദ്യാനികേതൻ GHSS. റെസിഡൻഷ്യൽ സ്കൂളായിരുന്ന ടാഗോർ വിദ്യാനികേതനിൽ പ്രത്യേക ഉത്തരവ് വഴിയാണ് ഇങ്ങനെ പ്രവേശനം നടത്താൻ വിദ്യാഭ്യാസ വകുപ്പ് അനുമതി നൽകിയത്. എന്നാൽ ഇത് വിദ്യാഭ്യാസാവകാശ നിയമത്തിന്റെ ലംഘനമാണെന്ന് വിവിധ കോണുകളിൽ നിന്ന് പരാതി ഉയർന്നതോടെ DPI പ്രവേശന പരീക്ഷ റദ്ദാക്കി. 5 കിലോമീറ്ററിനുള്ളിൽ എവിടെയാണെങ്കിലും ഹൈസ്കൂളിൽ നിന്ന് ലഭ്യമാണ്.
അതുകൊണ്ട് ഏറ്റവും അടുത്തുള്ള സ്കൂൾ, നെയ്ബർഹുഡ് സ്കൂൾ എന്നുള്ളതിന് വിദ്യാഭ്യാസ അവകാശ നിയമത്തിലടക്കം ഊന്നൽ കൊടുത്തുകൊണ്ടിരിക്കുക എന്നൊരു സാഹചര്യമാണ്. അതുകൊണ്ട് ഏറ്റവും അടുത്തുള്ള സ്കൂളിൽ പോകാവുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്നിപ്പം ഇതൊരു റെസിഡൻഷ്യൽ സ്കൂളല്ല, അതുകൊണ്ട് തന്നെ ഇതിന് ഒരു പ്രത്യേക അവകാശവും അവകാശപ്പെടാനില്ലതാണ്. എൻട്രൻസ് റദ്ദാക്കിയതോടെ വിജയശതമാനം കൂടുതലുള്ള സ്കൂളിൽ പ്രവേശനം ഉറപ്പാക്കാൻ രക്ഷിതാക്കളുടെ തള്ളിക്കയറ്റമായി. അഡ്മിഷൻ ദിവസത്തെ തർക്കങ്ങൾ പരിഹരിക്കാൻ പോലീസിന് ഇടപെടേണ്ടി വന്നു. അതിനിടെ പ്രവേശന പരീക്ഷ റദ്ദാക്കാനുള്ള തീരുമാനം ചോദ്യം ചെയ്ത് ഒരു വിദ്യാർത്ഥിയും അലുമിനി അസോസിയേഷനും കോടതിയിലെത്തി. പ്രവേശന നടപടികൾ കോടതി 1 മാസത്തേക്ക് സ്റ്റേ ചെയ്തു. ഞങ്ങൾക്ക് ഇതൊരു മോഡൽ റെസിഡൻഷ്യൽ സ്കൂളായിട്ട് നിർത്തണം. ആ തരത്തിൽ ഗവൺമെൻറ്റും ബാക്കി അതോറിറ്റീസും ആലോചിക്കണം. കാരണം ഇത് ഒരു ടാലൻറ്റഡ് സ്റ്റുഡൻസ് ഓഫ് റൂറൽ ബാക്ക്ഗ്രൗണ്ടിന് വേണ്ടിയിട്ടുള്ള സ്കൂളാണ്. ഇന്നും അവിടെ വരുന്ന കുട്ടികൾ അങ്ങനെ സാധാരണ ബാക്ക്ഗ്രൗണ്ടിലുള്ളതാണ്. രേഖകളിൽ റെസിഡൻഷ്യൽ സ്കൂളായ ടാഗോർ വിദ്യാനികേതന് പ്രത്യേക പരിഗണന നൽകണമെന്നാണ് അലുമിനി അസോസിയേഷന്റെ വാദം. എന്നാൽ വർഷങ്ങൾക്ക് മുൻപ് ഹോസ്റ്റൽ സംവിധാനം നിർത്തിയ സ്കൂളിന് അത്തരം പരിഗണനയുടെ ആവശ്യമില്ലെന്ന് എൻട്രൻസിനെ എതിർക്കുന്നവരും പറയുന്നു. കൂടുതൽ വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കാൻ താൽക്കാലിക സൗകര്യം ഒരുക്കണമെന്നും ആവശ്യമുണ്ട്. സ്റ്റേ നീക്കം ചെയ്യുകയോ പ്രവേശന പരീക്ഷ നടത്തുകയോ ചെയ്യാതെ ഈ വർഷം പ്രവേശനം നടത്താനാവാത്ത അവസ്ഥയിലാണ് സ്കൂൾ അധികൃതർ. സുമേഷ് മൊറാഴയ്ക്കൊപ്പം അശ്വിൻ വല്ലത്ത്, ന്യൂസ് 18 കണ്ണൂർ. നാട്ടുവർത്തമാനം തുടരുന്നു. 6 നെല്ലിനങ്ങൾ ഉൾപ്പെടുത്തി 23 പ്രത്യേക വിളയിനങ്ങൾ കേരള കാർഷിക സർവകലാശാല പുറത്തിറക്കി. ജൈവ വൈവിധ്യ സംരക്ഷണം ലക്ഷ്യമിട്ടുള്ള പദ്ധതിക്കും സർവകലാശാലയിൽ തുടക്കം കുറിച്ചു. 3 വർഷത്തിന് ശേഷമാണ് കാർഷിക സർവകലാശാലയിൽ നിന്ന് പുതിയ വിളയിനങ്ങൾ കർഷകരിലേക്ക് എത്തുന്നത്. ഉയർന്ന താപനിലയെ അതിജീവിക്കുന്നതും രോഗപ്രതിരോധ ശേഷിയുള്ളതുമായ 6 നെല്ലിനങ്ങൾ ഉൾപ്പെടെ 23 വിളകളാണ് സർവകലാശാല വികസിപ്പിച്ചത്. പൗർണമി, മനുരത്ന, ലാവണ്യ, ജോളിസന, സുപ്രിയ, അക്ഷയ എന്നിവയാണ് പുതിയ നെല്ലിനങ്ങൾ. വെള്ളരി, പയർ, കുടംപുളി, മരച്ചീനി, ഏലം, കുരുമുളക്, ജാതി, കൊടുമ്പേലി എന്നിവയുടെ പുതിയ വകഭേദങ്ങളാണ് മറ്റിനങ്ങൾ. ശരാശരി 10 വർഷത്തെ ഒരു ശരാശരി 15 ശാസ്ത്രജ്ഞരുടെ എങ്കിലും അക്ഷീണമായ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ്. ഇതോടെ കാർഷിക സർവകലാശാല പുറത്തിറക്കിയ വിളയിനങ്ങളുടെ എണ്ണം 331ആയി. പാരമ്പര്യ കാർഷിക സമ്പത്തിന്റെയും ജനിതക പൈതൃകത്തിന്റെയും സംരക്ഷണം ലക്ഷ്യമിട്ടാണ് കാർഷിക ജൈവ വൈവിധ്യ സംരക്ഷണ കേന്ദ്രം തുടങ്ങുന്നത്. We developed the package of practices for organic agriculture. So we are promoting that also. And we are actually working towards having a laboratory for organic certification. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പും കാർഷിക സർവകലാശാലയും സംയുക്തമായാണ് ജൈവ വൈവിധ്യ സംരക്ഷണ കേന്ദ്രമെന്ന ആശയം നടപ്പാക്കിയത്. ന്യൂസ് 18 തൃശൂർ. മുഖംമിനുക്കി തൃശൂർ സർക്കാർ മെഡിക്കൽ കോളേജ്. അത്യാധുനിക ചികിത്സാ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള പദ്ധതികളുടെ ഉദ്ഘാടനവും പുതിയ പദ്ധതികളുടെ ശിലാസ്ഥാപനവും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. ക്യാൻസർ രോഗികൾക്കായുള്ള കീമോതെറാപ്പി, ഡേ കെയർ സെന്റർ, നവീകരിച്ച OP, പുതിയ പേവാർഡ് സമുച്ചയം എന്നിങ്ങനെ 92 കോടി രൂപ ചെലവിൽ പണി പൂർത്തിയാക്കിയ 12 പദ്ധതികളാണ് മുഖ്യമന്ത്രി രോഗികൾക്കായി തുറന്നു നൽകിയത്. ക്യാൻസർ ചികിത്സയ്ക്കായുള്ള അത്യാധുനിക ഉപകരണങ്ങൾ പുതുതായി തുറക്കുന്ന കീമോതെറാപ്പി സെന്ററിൽ ക്രമീകരിച്ചിട്ടുണ്ട്. പേവാർഡ് സംവിധാനം വിപുലപ്പെടുന്നതോടെ കിടത്തി ചികിത്സയ്ക്കുള്ള സൗകര്യവും വർദ്ധിക്കും. സംസ്ഥാന ആരോഗ്യമേഖലയുടെ വികസനത്തിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും ആർദ്രം ലൈഫ് പോലുള്ള മിഷനുകൾക്ക് പ്രാധാന്യം നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആരോഗ്യരംഗത്തൊട്ടേറെ നടപടികൾ ഇപ്പോൾ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. ആർദ്രം മിഷൻ ആരോഗ്യമേഖലയുടെ മുഖച്ഛായ തന്നെ മാറ്റാൻ ഉതകുന്ന ഒന്നാണ്. പുതിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക്, മാതൃശിശു സംരക്ഷണ കേന്ദ്രം, ഓങ്കോളജി കെയർ സെന്റർ തുടങ്ങി 880 കോടി ചെലവ് വരുന്ന പുതിയ പദ്ധതികളും മെഡിക്കൽ കോളേജിൽ വിഭാവനം ചെയ്യുന്നുണ്ട്. ഇതിനായി തയ്യാറാക്കിയ മാസ്റ്റർ പ്ലാനിന്റെ സമർപ്പണവും മുഖ്യമന്ത്രി നിർവഹിച്ചു. ആരോഗ്യമന്ത്രി KK ശൈലജ, മന്ത്രിമാരായ VS സുനിൽകുമാർ, C രവീന്ദ്രനാഥ്, AC മൊയ്തീൻ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് 18 തൃശൂർ. ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങാനുള്ള KSRTCയുടെ നീക്കത്തിൽ തൊഴിലാളി സംഘടനകൾക്ക് ഭിന്നാഭിപ്രായം. INTUC, AITUC അനുകൂല സംഘടനകൾ നീക്കത്തെ എന്ത് വില കൊടുത്തും ചെറുക്കുമെന്ന നിലപാടിലാണ്. ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം നഗരത്തിലെ സിറ്റി സർവീസുകൾക്കായി ഇലക്ട്രിക് ബസ്സുകൾ രംഗത്തിറക്കാനാണ് KSRTC പദ്ധതി തയ്യാറാക്കുന്നത്. വില കൂടുതലായതിനാൽ വാങ്ങുന്നതിനു പകരം ബസ്സുകൾ വാടകയ്ക്കെടുക്കും. പദ്ധതിക്കുള്ള രൂപരേഖയും ടെൻഡറും തയ്യാറാക്കാൻ കേന്ദ്ര സർക്കാർ സ്ഥാപനമായ പൂനെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റോഡ് ട്രാൻസ്പോർട്ടിനെ ചുമതലപ്പെടുത്താനും തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ധനവില ദിനംപ്രതി ഉയരുന്ന സാഹചര്യത്തിൽ ഇലക്ട്രിക് ബസ്സുകൾ കോർപ്പറേഷന് സാമ്പത്തികമായി ഗുണം ചെയ്യുമെന്നാണ് MD ടോമിൻ ജെ തച്ചങ്കരി അടക്കമുള്ളവരുടെ നിലപാട്. അതേസമയം CNG ബസ്സുകൾ വാങ്ങിയതും സ്കാനിയ ബസ്സുകൾ വാടകയ്ക്കെടുത്തതും വൻ നഷ്ടത്തിനിടയാക്കിയത് ചൂണ്ടിക്കാട്ടി പദ്ധതിയെ എതിർക്കാനാണ് AITUC, INTUC അനുകൂല സംഘടനകളുടെ തീരുമാനം.
നിരപ്പായ റോഡിന് മാത്രം അനുയോജ്യമായ ഇത്തരം ബസ്സുകൾ കേരളത്തിലെ സാഹചര്യത്തിൽ വിജയിക്കില്ലെന്നും ഇവർ പറയുന്നു. KSRTCയെ കൂടുതൽ പ്രതിസന്ധിയിൽ നിന്നും പ്രതിസന്ധിയിലേക്ക് തള്ളിവിടാനും ഇതിൽ നിന്നും എന്തെങ്കിലും ലാഭം സ്വന്തമായി ലഭിക്കുമോ എന്ന ചിന്തയിൽ നിന്നുമാണ് ഇത്തരം ഇലക്ട്രിക് ബസ്സുകളുടെയൊക്കെ ചിന്ത പലരുടെയും മനസ്സിൽ ഉയർന്നു പൊങ്ങുന്നത്. KSRTCയെ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന, സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ തൊഴിലാളികളെയും ജനവിഭാഗത്തെയും അണിനിരത്തിക്കൊണ്ട് ഈ നിലയിലുള്ള തുഗ്ലക് പരിഷ്കരണങ്ങൾക്കെതിരായി സംഘടന നിശ്ചയമായും സമരത്തിലേക്ക് മുന്നോട്ട് പോകും. തൊഴിലാളി സംഘടനകളുടെ നിലപാടുകൾ അവഗണിച്ചുള്ള നടപടികളാണ് തച്ചങ്കരി സ്വീകരിച്ചിരിക്കുന്നത്. KSRTCയുടെ ദുരവസ്ഥയ്ക്ക് കാരണം സംഘടനകളാണെന്നും പ്രചരണമുള്ള സാഹചര്യത്തിൽ വികസന പ്രവർത്തനങ്ങളെ ഉടനെ നിൽക്കേണ്ടതില്ലെന്ന നിലപാടിലാണ് മറ്റു സംഘടനകൾ. ന്യൂസ് 18 തിരുവനന്തപുരം. മന്ത്രിയുടെ കൈപിടിച്ച് കൊച്ചിയുടെ കാഴ്ചകൾ കണ്ട് തീരദേശത്തിന്റെ കുഞ്ഞിക്കൂട്ടുകാർ. ധനമന്ത്രി തോമസ് ഐസക്കിന്റെ പ്രതിഭാതീരം പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിച്ച വിനോദയാത്രയിലാണ് കൊച്ചി നഗരം ചുറ്റിക്കാണാൻ മന്ത്രിക്കൊപ്പം കുട്ടികളെത്തിയത്. തീരക്കാഴ്ചകൾ മാത്രം കണ്ടു പരിചരിച്ച കുട്ടികൾക്ക് മെട്രോ യാത്രയായിരുന്നു കൂടുതൽ ഹരം പകർന്നത്. 170 കുട്ടികളാണ് ആലപ്പുഴയിൽ നിന്ന് 2 ബസ്സുകളിലായി എത്തിയത്. സംഘം മഹാരാജാസ് മെട്രോ സ്റ്റേഷനിൽ നിന്ന് ആലുവ വരെ സഞ്ചരിച്ചു. പിന്നെ പത്തടിപ്പാലം മെട്രോ സ്റ്റേഷനിൽ യാത്ര അവസാനിപ്പിച്ചു. കുട്ടികളുമായി വിശേഷം പറഞ്ഞും അറിവ് പങ്കുവച്ചും ധനമന്ത്രിയും ഒപ്പം കൂടി. കാഴ്ചകൾ നന്നായെന്ന കുട്ടികൾ. തീരമേഖലയിലെ കുട്ടികളുടെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്താൻ ലക്ഷ്യമിട്ടുള്ള പ്രതിഭാതീരം പദ്ധതിയുടെ ഭാഗമായായിരുന്നു വിനോദയാത്ര. തോമസ് ഐസക് ആവിഷ്കരിച്ച പദ്ധതി 2014 തുടക്കമായത്. രണ്ടാമത്തെ ബാച്ചാണ്. ആദ്യത്തെ ബാച്ചിൽ 70, രണ്ടാമത്തെ ബാച്ചിൽ 100 എല്ലാ വർഷവും എടുക്കും. അപ്പോൾ ഒരു 3 വർഷം കഴിയുമ്പോൾ 7 മുതൽ 10 വരെയുള്ള ഒരു 400-500 കുട്ടികൾ ഈ പഠന പദ്ധതിയിലുണ്ടാവും. എല്ലാവരും തീരദേശത്ത് വളരെ പിന്നോക്കം നിൽക്കുന്ന വീടുകളിൽ നിന്നുള്ള കുട്ടികളെയാണ് ഇതിലേക്ക് ഉൾക്കൊള്ളിക്കുക. മെന്റർമാരുടെ റോളിൽ കോളേജ് വിദ്യാർത്ഥികളും കുട്ടികൾക്കൊപ്പം ഉണ്ടായിരുന്നു. നഗരക്കാഴ്ചകൾക്ക് ശേഷം പനങ്ങാട് ഫിഷറീസ് കോളേജ്, തൃപ്പൂണിത്തറ ഹിൽ പാലസ് എന്നിവിടങ്ങളും കണ്ടാണ് കുട്ടികൾ മടങ്ങിയത്. ന്യൂസ് 18 കൊച്ചി. താമരശ്ശേരി ചുരത്തിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമായുള്ള ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കാൻ സംയുക്ത സർവേ. ജനകീയ ആക്ഷൻ കമ്മിറ്റിയും ജനപ്രതിനിധികളും വിവിധ വകുപ്പ് മേധാവികളും അടങ്ങിയ സംഘമാണ് സംയുക്ത സർവേ നടത്തിയത്. ദേശീയപാതയിലെ വെസ്റ്റ് കൈതപ്പൊയിലിൽ നിന്ന് ആരംഭിച്ച് മണൽവയൽ, വള്ളിയാട്, മൂപ്പൻകുഴി എന്നീ പ്രദേശങ്ങളിലൂടെ ചുരം 7ാം വളവിലെത്തുന്ന ബൈപ്പാസ് റോഡാണ് നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്നത്. മൂപ്പൻകുഴി മുതൽ 7ാം വളവ് വരെ സ്വകാര്യ ഭൂമിയിലൂടെ റോഡ് നിർമ്മിക്കാമെന്നതാണ് പുതിയ ബൈപ്പാസിന്റെ പ്രത്യേകത. ഏറ്റവും കുറച്ച് വനഭൂമി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു സംവിധാനം എന്ന നിലയ്ക്കാണ് ഇപ്പോഴത്തെ ഈ ബൈപ്പാസ് നിർദ്ദേശം മുമ്പോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രാഥമിക സർവേ ഇന്ന് നടക്കുകയാണ്. പ്രാഥമിക സർവേയിൽ ഏതാനും സെന്റ് ഭൂമി കൊണ്ട് 7ാം വളവ് വരെ ഈ റോഡ് എത്താൻ വേണ്ടി കഴിയും. 2 മലകൾ തമ്മിൽ ബന്ധിപ്പിച്ച് ആർച്ച് മോഡൽ പാലം നിർമ്മിക്കുന്നതോടെ വലിയ കയറ്റം ഇല്ലാതാകും. 7ാം വളവിൽ നിന്ന് ലക്കിടിയിലേക്കുള്ള 3 കിലോമീറ്ററിന് പകരം 1 കിലോമീറ്റർ തുരങ്കപാത നിർമ്മിച്ചാൽ ഗതാഗതക്കുരുക്ക് പൂർണ്ണമായും ഇല്ലാതാകും. നേരത്തെ നിർദ്ദേശിക്കപ്പെട്ട ബദൽ റോഡുകളേക്കാൾ പ്രായോഗികമായ നിർദ്ദേശമാണ് ഇപ്പോഴത്തേതെന്നും വനഭൂമി വിട്ടുകിട്ടുന്നതിന് തടസ്സമുണ്ടാകില്ലെന്നാണ് പ്രതീക്ഷയെന്നും ജില്ലാ ഫോറസ്റ്റ് ഓഫീസർ KK സുനിൽകുമാർ പറഞ്ഞു. ഈ 7ാം വളവ് മുതൽ ലക്കിടി വരെയുള്ള ഭാഗത്തേക്ക് വീതി കൂട്ടാൻ ഏകദേശം ഒരു 3 ഹെക്ടർ വനം മതിയാവും. അത് മറ്റ് ബദൽ റോഡുകളെ താരതമ്യം ചെയ്യുമ്പോൾ ഇതാണ് ഒരു പ്രായോഗികമായിട്ട് ഏറ്റവും എളുപ്പത്തിൽ നടക്കാൻ സാധ്യതയുള്ളതെന്നാണ് ഞാൻ കാണുന്നത്. പുതിയ റോഡ് നിർമ്മിക്കേണ്ട 7ാം വളവ് മുതൽ മൂപ്പൻകുഴി വരെയാണ് ആദ്യഘട്ടത്തിൽ സർവേ നടത്തിയത്. ദേശീയപാത വിഭാഗം, വനം വകുപ്പ്, റവന്യൂ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളും പങ്കെടുത്തു. ന്യൂസ് 18 താമരശ്ശേരി. സ്കൂൾ വാഹനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ കർശന നിർദ്ദേശവുമായി മുക്കം പോലീസ്. സ്കൂൾ തുറക്കാൻ ഒരാഴ്ച മാത്രമുള്ളപ്പോഴാണ് പോലീസ് നടപടി. സ്കൂൾ വാഹനാപകടങ്ങൾ പതിവായ സാഹചര്യത്തിലാണ് പോലീസ് നടപടി. മുക്കം സ്റ്റേഷൻ പരിധിയിലെ മുഴുവൻ സ്കൂളുകളിലും ഇത് സംബന്ധിച്ച് പോലീസ് നോട്ടീസ് നൽകി. ഡ്രൈവർമാർക്ക് ലൈസൻസ് ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. ഡ്രൈവർമാരും വാഹനത്തിലെ മറ്റു ജോലിക്കാരും കുറ്റകൃത്യങ്ങളിലോ ക്രിമിനൽ കേസുകളിലോ ഉൾപ്പെട്ടിട്ടില്ല എന്ന് ഉറപ്പാക്കും. നമ്മുടെ സ്കൂളുകളോടനുബന്ധിച്ച് കുട്ടികളെ കൊണ്ടുപോകുന്ന വാഹനങ്ങളും അതിൻ്റെ പേപ്പറുകളെല്ലാം കൃത്യമായിരിക്കേണ്ടതും സ്കൂൾ അധികൃതർ ഉറപ്പുവരുത്തേണ്ടതാണ്. അതുപോലെ തന്നെ കുട്ടികളെ കൊണ്ടുപോകുന്ന വണ്ടികൾ ഓടിക്കുന്ന ആൾക്കാർ, അതിൻ്റെ ഹെൽപ്പർമാരായി പോകുന്ന ആൾക്കാർ കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങളും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളും പെട്ട കുറ്റങ്ങളിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന് സ്കൂൾ അധികൃതർ ഉറപ്പുവരുത്തേണ്ടതാണ്. വാഹനം മോട്ടോർ വാഹന വകുപ്പ് പരിശോധിച്ച് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ടോ എന്ന് പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥാപനത്തിലെത്തി പരിശോധിച്ചെന്നും നോട്ടീസിലുണ്ട്. വാഹനത്തിന്റെ പുക പരിശോധന നടത്തിയ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ മുഴുവൻ രേഖകളും ഹാജരാക്കണമെന്നും നോട്ടീസിൽ പറയുന്നു. വിദ്യാർത്ഥികളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന നിലപാടിലാണ് പോലീസ്. ന്യൂസ് 18 മുക്കം.
പട്ടാമ്പിക്കൊപ്പം സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലെ കിടത്തി ചികിത്സ പുനരാരംഭിച്ചു. കിടത്തി ചികിത്സാരംഭം പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VM മുഹമ്മദ് അലി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി താലൂക്കിലെ 4 പഞ്ചായത്തുകളിലെ ജനങ്ങളുടെ ഏക ആശ്രയമാണ് കൊപ്പം സാമൂഹികാരോഗ്യ കേന്ദ്രം. ആവശ്യമായ കെട്ടിടവും മറ്റു സാങ്കേതിക സൗകര്യങ്ങളും ഉണ്ടായിട്ടും ആവശ്യത്തിന് ഡോക്ടർമാരില്ലാത്തതിന്റെ പേരിൽ IP മുടങ്ങിക്കിടക്കുകയായിരുന്നു. രോഗികൾ പട്ടാമ്പിയിലെ താലൂക്ക് ആശുപത്രിയോ മറ്റു സ്വകാര്യ ആശുപത്രികളോ ആശ്രയിക്കാറാണ് പതിവ്. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തും ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റിയും ചേർന്നാണ് കിടത്തി ചികിത്സ പുനരാരംഭിക്കാനുള്ള നടപടി സ്വീകരിച്ചത്. NRHM നിയമിച്ച 2 ഡോക്ടർമാരടക്കം 6 ഡോക്ടർമാരുടെയും 2 സ്റ്റാഫ് നഴ്സ്, 1 ഫാർമസിസ്റ്റ്, 1 ക്ലീനിംഗ് സ്റ്റാഫ് എന്നിവരുടെയും സേവനം കേന്ദ്രത്തിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. കൊപ്പം പ്രാഥമിക കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലെ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലെ നേരത്തെ ഉണ്ടായിരുന്ന കിടത്തി ചികിത്സ ഒരു പ്രാവശ്യം കൂടി നമ്മൾ ഇവിടെ പുനരാരംഭിക്കുകയാണ്. പഞ്ചായത്ത് പാലിയേറ്റീവ് കേന്ദ്രങ്ങളിലേക്കുള്ള ഉപകരണങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്തു. ന്യൂസ് 18 പട്ടാമ്പി. പട്ടാമ്പി ഗവൺമെന്റ് കോളേജിന് പുതിയ ഓപ്പൺ എയർ ഓഡിറ്റോറിയമായി 8 ലക്ഷം രൂപ ചെലവിലാണ് കോളേജിലെ പുതിയ ഓഡിറ്റോറിയം നിർമ്മിച്ചിരിക്കുന്നത്. കോളേജിലെ പരിപാടികൾ ഇനി പ്രകൃതി സൗഹൃദ ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിൽ നടത്താം. 290 ചതുരശ്രയടി വിസ്തൃതിയിൽ 8.5 ലക്ഷത്തോളം രൂപ ചെലവിലാണ് ഓഡിറ്റോറിയം നിർമ്മിച്ചിരിക്കുന്നത്. കോളേജ് മുറ്റത്തെ മരച്ചുവട് ഓപ്പൺ വേദിയാക്കിയാണ് കോളേജിൽ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നത്. സംസ്ഥാന തലത്തിൽ കവിതയുടെ കാർണിവൽ നടത്തുന്നതും ഈ മരച്ചുവട്ടിലായിരുന്നു. ഈ സാഹചര്യത്തിലാണ് കോളേജ് അധികൃതർ മരച്ചുവട് നവീകരിച്ച് ഓപ്പൺ ഓഡിറ്റോറിയം നിർമ്മിച്ചത്. ഇവിടെ ഉണ്ടായിരുന്ന മരങ്ങൾ നിലനിർത്തിയായിരുന്നു നിർമ്മാണം. വൃത്താകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഓഡിറ്റോറിയത്തിൽ 300ഓളം പേർക്ക് ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. ഭാവിയിൽ മരങ്ങളും ചെടികളും വെച്ചുപിടിപ്പിക്കാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് 18 പട്ടാമ്പി. കോതമംഗലത്ത് ശക്തമായ കാറ്റിലും മഴയിലും മരം വീണ് വ്യാപക നാശം. വനംവകുപ്പ് നട്ട പാഴ്മരങ്ങൾ കാലപ്പഴക്കം ചെന്നിട്ടും മുറിച്ചു നീക്കാത്തതാണ് അപകടത്തിന് കാരണം. തലക്കോട്, ചുള്ളിക്കണ്ടം, അള്ളുങ്കൽ പ്രദേശങ്ങളിലാണ് വനംവകുപ്പ് നട്ടുപിടിപ്പിച്ച അൽബീസിയ മരങ്ങൾ വീണ് വ്യാപക നാശമുണ്ടായത്. നിരവധി വീടുകൾക്ക് നാശം സംഭവിച്ചു. ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. നിരവധി ഇലക്ട്രിക് പോസ്റ്റുകളും തകർന്നു. വളരെ ഏറ്റവും അർജന്റ് പരിഗണന കൊടുത്തിട്ട് ഇത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ വിഷയമുള്ള സ്ഥലത്തെ മുഴുവൻ ഇതിലൊരു 20 മീറ്ററെങ്കിലും വീതിയിൽ മൊത്തം ഏരിയയിൽ മുറിക്കുന്നതിനുള്ള പ്രപ്പോസൽ എൻ്റെ ഓഫീസിൽ നിന്ന് കൊടുക്കും. കഴിയുന്നത്ര നേരത്തെ തന്നെ അതിൽ തീരുമാനം എടുപ്പിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇത് മുറിപ്പിച്ച് മാറ്റാവുന്നതാണ് എൻ്റെ വിശ്വാസം. ചുള്ളിക്കണ്ടത്ത് മറിഞ്ഞു വീണ മരങ്ങൾ മുറിച്ചു നീക്കാനെത്തിയ ഫയർഫോഴ്സ് സേനയെ നാട്ടുകാർ തടഞ്ഞു. പോലീസ് എത്തിയെങ്കിലും നാട്ടുകാരുടെ കനത്ത പ്രതിഷേധത്തെ തുടർന്ന് പിൻവാങ്ങി. DFO ഉൾപ്പെടെയുള്ള വനംവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തിയ ശേഷമേ ഒടിഞ്ഞു വീണ മരങ്ങൾ നീക്കാൻ അനുവദിക്കൂ എന്ന നിലപാടിലായിരുന്നു നാട്ടുകാർ. ഇപ്പോൾ ഓരോ കാറ്റ് ഊതുമ്പോഴും നാട്ടിലെ ജനങ്ങളെല്ലാം വിളക്ക് കത്തിച്ച് അല്ലെങ്കിൽ തിരി കത്തിച്ച് പുറത്തിറങ്ങി ഓടി മാറേണ്ട ഒരവസ്ഥയാണ് നിലവിലുള്ളത്. ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകുക എന്നുള്ളതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. റോഡിനോട് ചേർന്നുള്ള ഏതാണ്ട് 20 മീറ്ററിനുള്ളിലുള്ള ആ മരങ്ങളൊന്ന് വെട്ടി മാറ്റി ഒരു സംരക്ഷണം നൽകുകയാണെങ്കിൽ ഇതിലെ വാഹനത്തിൽ പോകുന്നവർക്കും അതുപോലെ തന്നെ ഞങ്ങൾ ഈ വീട്ടിൽ ഇവിടെ കുടുംബമായിട്ട് താമസിക്കുന്നവർക്കും വളരെ സഹായകമായിരിക്കും. തുടർന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പ്രദേശവാസികളുമായി ചർച്ച നടത്തി. ഭീഷണിയായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കാൻ ഉടൻ നടപടി സ്വീകരിക്കുമെന്ന DFOയുടെ ഉറപ്പിലാണ് നാട്ടുകാർ പ്രതിഷേധം അവസാനിപ്പിച്ചത്. ന്യൂസ് 18 കോതമംഗലം.